ഇന്നുണ്ടല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഇസ്രായേലിൽ കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുവാണെന്ന് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ഇസ്രായേലിൽ വന്നിട്ട് അടുത്ത മാസം 6 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ 2019 ഡിസംബർ 30 ഇസ്രായേലിലേക്ക് കാലുകുത്തുന്നത്. 31 തന്നെ ജോബിന് കയറി. ഞാൻ വന്നിറങ്ങുന്നത് ഒരു എത്യോപ്യൻ ഫാമിലിയിലേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള പണികളിലൂടെയാണ്. കാരണം എനിക്ക് അമ്മച്ചിയുടെ മുന്നിൽ നിന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അമ്മച്ചി ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കുവാണ്. അപ്പം എല്ലാ ജോബിനും അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉള്ളതുപോലെ തന്നെ ഈ കെയർ ഗിവർ എന്ന ഒരു ജോബിനും അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന ഓരോരുത്തരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഓരോരുത്തരും നല്ല മെൻ്റലി പ്രിപ്പയർ ആയിട്ട് തന്നെ വരണം. എന്തും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഇതിൽ തന്നെ വരണം. ഇവൻ ലാംഗ്വേജ് പ്രോബ്ലം ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു പേഷ്യൻ്റല്ലേ ഉള്ളൂ, ഒരു പേഷ്യൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, അപ്പം വെറുതെ കുത്തിരുന്നാൽ മതിയല്ലോ. ഏകദേശം അങ്ങനെ തന്നെയാണ്, ഒരാളുടെ കാര്യം നോക്കിയാൽ മതി. പക്ഷെ നമ്മുടെ ജോബിൻ്റെ സ്വഭാവം, നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സ്വഭാവവും രീതികളും അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില പേഷ്യൻസ് ഉച്ചയ്ക്ക് രാത്രി കിടന്നുറങ്ങത്തില്ല. നമ്മൾ ഉറങ്ങാതിരിക്കണം, അവർ വിളിക്കുമ്പോഴൊക്കെ എണീക്കണം. 24/7 ആണല്ലോ നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ പറയാൻ കാരണം ആരെയും പേടിപ്പിക്കാനല്ല. അപ്പോൾ വരുന്ന ഓരോരുത്തരും മെൻ്റലി പ്രിപ്പയർ ആയിട്ട് വരണം എന്ന് തന്നെ പറയാൻ വേണ്ടി. കാരണം നമ്മൾ നിസ്സാര പൈസ അല്ലല്ലോ ഇങ്ങോട്ട് ആരും കയറി വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് സാലറിയും അതുപോലെ തന്നെയാണ്, നമുക്ക് ആവശ്യത്തിന് സാലറി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ വന്നിറങ്ങുന്നത് ഒരു എത്യോപ്യൻ ഫാമിലിയിലേക്കാണ്. മെയിൽ പേഷ്യൻ്റ് ആയിരുന്നു എൻ്റേത്. അമ്മാമ്മയും കൂടെയുണ്ട്, ഒരു മകനും കൂടെയുണ്ട്. ജോബ് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ എനിക്കത് അറിയായിരുന്നു, 3 ആൾക്കാർ വീട്ടിലുണ്ടെന്ന് ഉള്ളത്. അതിന് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് തന്നെയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അതെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ എത്യോപ്യൻസ് അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. മക്കൾക്കൊക്കെ അറിയാം, പക്ഷേ നമ്മൾ നോക്കുന്ന പേഷ്യൻസിന് അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നോക്കുന്ന ആബയ്ക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഹീബ്രു, നമുക്കറിയാം, ബോംബെ എന്നൊക്കെ നമ്മൾ വെറും കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്കത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സാധനങ്ങളുടെ പേര് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ട് ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ജോബിൽ വരണ്ടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് ആബയുടെ കയ്യിൽ നിന്ന് എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരനെ നോക്കാനും. ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. മകനുണ്ടെന്ന് പറഞ്ഞില്ല, മകന് റൂമിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങത്തില്ല. പിന്നെ വേറെയുള്ള മക്കളെയൊക്കെ വിളിച്ച് എന്താ പറയുന്നത്, ട്രാൻസ്ലേറ്ററൊക്കെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷേ ഞാൻ അധികം അവിടെ നിന്നില്ല. എനിക്ക് 6 മാസം അവിടെ നിൽക്കേണ്ടി വന്നതുള്ളൂ. കാരണം എനിക്ക് ഇമേനെയും കൊണ്ട്, അമ്മാമ്മനെയും കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് പുള്ളിക്കാരനെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. എനിക്ക് നല്ലൊരു പെണ്ണുങ്ങൾക്കും പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത്രയും ഹൈറ്റും വെയിറ്റുള്ളൊരു മനുഷ്യനെ നമുക്ക് താങ്ങി തന്നെ നടക്കത്തില്ല. വോക്കർ ഉപയോഗിച്ച് നടക്കുന്നത്, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഏജൻസിക്കാർ തന്നെ വന്നിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് പെണ്ണുങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല, ഒരു ലേഡീനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ആ പേഷ്യൻറ്റിനെ എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ട് അവർ തന്നെ എന്നെ വന്ന് ഇറക്കി. കാരണം ഒന്നാമത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഈ കുറച്ച് വേർഡ്സ് വെച്ച്, ഹീബ്രു വേർഡ്സ് വെച്ച് നമുക്ക് അവരെ നോക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. വരണ്ടായിരുന്നു, എന്തിനു ഞാൻ വന്നു, കഷ്ടപ്പാടാണല്ലോ, തമ്പുരാനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എനിക്ക് ഒത്തിരി തവണ തോന്നിയിട്ടുണ്ട്. റൂമിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 2, 3, 4 മാസം കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി സത്യം പറഞ്ഞാൽ അതെല്ലാം മാറി കേട്ടോ. പിന്നെ എനിക്ക് ആ ജോബ് കഴിഞ്ഞപ്പോൾ വേറെ നല്ലൊരു ജോബ് കിട്ടി. പിന്നെ ഞാൻ അവിടെയായിട്ട് സെറ്റിലായി. ഇപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം പുതിയതായിട്ട് കയറി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അധികം അറിയാതെയും പേർക്കധികം കയറി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം എല്ലാ ജോബിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.
എൻ്റെ ഒരു കൊച്ചു എക്സ്പീരിയൻസ്, എൻ്റെ ഇസ്രായേൽ ലൈഫിലെ ഒരു കൊച്ചു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.